കുറച്ച് വാക്കുകൾ പറയാൻ വേണ്ടി കുറെ ദൂരം യാത്ര ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അതിനൊരു കാര്യമുണ്ട്, അതിപ്പോ പറയാതിരിക്കാനും പറ്റില്ല. ഞാൻ കോഴിക്കോട് ഇന്ന് ഈ സമയത്ത് മംഗളം പത്രത്തിന്റെ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്തതാണ്. അവരെ ചതിച്ചു കൃത്യമായിട്ട്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോപൻ എന്ന് പറയുന്ന ചങ്ങാതി എന്റെ ജീവിതത്തിൽ ഭാഗമായിട്ടുള്ള ഒരാളാണ്. ഗോപനാണ് എന്നെ വിളിച്ചത്. പിന്നെ ഞാനിപ്പോ നിങ്ങളെ ഹോമിയോ എന്നുള്ള അനുസൂചിക്കാൻ വേണ്ടി സംസാരിക്കുന്നതല്ല, എന്റെ ജീവിതത്തിലെ മനസ്സമാധാനത്തെ കുറിച്ചാണ് എനിക്ക് പറയുന്നത്. അതെനിക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഊണ് കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. എന്റെ ഭാര്യയ്ക്ക് അലർജി എന്ന് വെച്ചാൽ ഏത് ആഹാരം കഴിക്കണമെന്ന് അറിയാൻ പറ്റാതായി, ഒരു പുതിയ വസ്ത്രം ധരിക്കാൻ പറ്റാതായി, ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റാതായി. ഞാൻ കോഴിക്കോട്ടാണ് ജീവിക്കുന്നത്. കോഴിക്കോട്ടത്തെ കാര്യങ്ങൾ അറിയാം. പ്രത്യേകിച്ച് എന്റെ വീട്ടില് എന്റെ ഭാര്യ ഉപ്പ തലശ്ശേരിക്കാരനും ഉമ്മ കോഴിക്കോട്ടുകാരിയാണ്. അപ്പൊ ഫുഡ് ഫെസ്റ്റിവൽ ആണ് അവിടെ. ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക. കോഴിക്കോട് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ റൺ ചെയ്യുന്ന ഒരു ഏരിയയാണ് മലബാർ. അതിന്റെ കാരണം വെച്ചാല് ഉണ്ടാക്കുക, കഴിക്കുക, അസുഖം വരിക, എന്നിട്ട് ചികിത്സിക്കുക, മരിക്കുക. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്റെ വീട്ടിലൊക്കെ കുറെ സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല. അപ്പോ ഒരു ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നുവെച്ചാൽ ഉണ്ടാക്കാൻ പറ്റാത്തതല്ല, എന്റെ ഭാര്യയ്ക്ക് ആഹാരം ഞാൻ ഒരു വലിയ സത്യം പറയാനാണ് ഉള്ളത്. അതിനാണ് ഞാൻ പറയുന്നത്. വേറെ എനിക്ക് ഇവിടെ സംസാരിക്കാനൊന്നുമില്ല. എന്തുകൊണ്ട് ഞാൻ വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനൊന്നും പറ്റാതായി. ഒരു പെരുന്നാൾ വന്നാൽ, ഒരു നോമ്പ് വന്നാൽ ഒരു സങ്കടമായി പോയി ജീവിതം. പ്രണയ വിവാഹമാണ് എന്റെ ഇഷ്ടം. അപ്പൊ എനിക്ക് എന്റെ പ്രണയിയെ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂലെങ്കിൽ ഞാനെങ്ങനെ ഭക്ഷണം കഴിക്കും? എന്റെ 2 ചെറിയ മക്കളും. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു വിഷമമായൊരു കാലം വന്നു. 3 വർഷം. അപ്പോ എന്റെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ, ബേബി മെമ്മോറിയൽ ഒക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്, അതിന്റെ ആൾക്കാർ. ഞാൻ അവിടത്തേക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഇപ്പോഴും മിംസ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ബേബിയിൽ എന്തെങ്കിലും കാര്യം വേണമെന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കും ആൾക്കാർ. പക്ഷെ കൈ ഒഴിയുകയില്ല. എന്നോട് എന്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ, ഡോക്ടർ വേണു തുടങ്ങിയില്ല, എന്റെ പ്രിയപ്പെട്ട എല്ലാ ഡോക്ടർമാരോടും കൂടി എന്താ നമ്മൾ ചെയ്യുക? അവസാനം എന്റെ ഭാര്യക്ക് തൈരും ചോറും മാത്രം വിധിക്കപ്പെടും. ഇവള് 2 നേരം ഈ ചോറ് തൈര് ഒഴിച്ച് കഴിക്കത്തുള്ളൂ. വേറെ ആഹാരം കഴിക്കാൻ വയ്യ, ഒരു സ്ഥലത്തേക്ക് പോകാൻ വയ്യ, ഒരു പുതിയ ഉൾപ്പെടാൻ വയ്യ. അലർജി കംപ്ലീറ്റ് ചോറ് വരും. അങ്ങനെ ഇരിക്കുമ്പോ അതിനു മുമ്പ് എന്റെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരമ്മാവൻ സ്കൂൾ അധ്യാപകനായിരുന്നു. പക്ഷെ പുള്ളി ഈ സാമൂഹ്യ സേവനത്തിൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് പുള്ളി എന്തോ പുസ്തകങ്ങൾ പഠിച്ചിട്ട് ഈ ഹോമിയോ മരുന്ന് വെള്ളത്തിൽ പിടിച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ആ പുള്ളി നമ്മളെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചൊരു കാര്യം ഹോമിയോ ആണ്, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കരുത് എന്നൊക്കെ പറയും. നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഞാൻ ഗോപനെ ഇവിടെ ഇരുത്തി പ്രശംസിക്കുകയില്ല. ഗോപന്റെ എല്ലാ കുറ്റവും കുറവും നിങ്ങൾക്ക് അറിയാവുന്നത് ഞാൻ പറയേണ്ട കാര്യം. ഞാൻ ഗോപനുമായിട്ടുള്ള പരിചയം കൊണ്ട് ഗോപനെ വിളിച്ചു. അപ്പൊ ഗോപൻ എന്തോ ഒരു മീറ്റിംഗിന് വേണ്ടി കണ്ണൂരിലൊക്കെ മറ്റോ പോകുമ്പോൾ കോഴിക്കോട് ഇറങ്ങി എന്റെ ഭാര്യയുമായിട്ട്. അപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കുണ്ട് ഈ പ്രശ്നം. എനിക്ക് മരുന്നുകൾ, എന്റെ വൈഫിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ അലോപ്പതി മരുന്നുകൾ കഴിക്കാൻ പറ്റില്ല. ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ട് ഒരു രാത്രി മുഴുവൻ ഞാൻ അവൾക്ക് ഈ മിംസ് ഹോസ്പിറ്റലിലെ ICUവില് ഒരു ഒറ്റ കഴിച്ചു. അത് ഓരോ ശരീരത്തിന്റെ പ്രശ്നമാണ്. എന്റെ കാര്യം അതിലേറെ കഷ്ടമാണ്. ഞാൻ മരുന്നേ കഴിക്കാറില്ല.
എന്നുവെച്ചാൽ അഥവാ കഴിക്കുകയാണെങ്കിൽ ഞാൻ ഹോമിയോ മരുന്നല്ലേ കഴിക്കാറുള്ളൂ. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഞാൻ ഭീകരമായ അലർജി ഉള്ള കക്ഷിയാണ്. ഞാനതിന്റെ പോക്കറ്റിൽ എഴുതി കൊണ്ടെടുക്കണം. ഇന്നെന്റെ മരുന്നുകൾ എനിക്ക് അലർജിയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഒന്ന് ആ ഒരു കാരണം കൊണ്ട് ചത്തുപോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യയെ അപ്പൊ ഗോവൻ ഏതോ വഴിക്ക് പോകുന്ന ഗോവനോട് പരിചയത്തിന്റെ പുറത്ത് ഗോവനായിട്ട് പരിചയപ്പെടുകയും ഞാൻ ഗോവനല്ല എന്റെ വലിയ കാര്യം, ഹോമിയോ മെഡിസിൻ എന്ന് പറയുന്നില്ല. ഗോവൻ അത് കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു. ഇവനെന്റെ ഭാര്യയെ കാണുന്നു, സംസാരിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. ഞാനത് പറയാൻ മടിക്കുന്നില്ല. ഇവൻ എന്റെ ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ഈ പീരിയഡ്സ് അത് റെഗുലർ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനു മുമ്പ് ഡോക്ടർ റഫീഖ് കോഴിക്കോട് അലർജി ഹോസ്പിറ്റൽ നടത്തുന്ന എന്റെ സുഹൃത്താണ്. അവരെ കാണണമെങ്കിൽ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്യണം. എനിക്ക് 5 മിനിറ്റ് വിളിച്ചാൽ തിരിച്ചില്ല. അവിടെ പോലും പരാജയപ്പെട്ട ഒരു സമയത്താണ് ഗോവൻ അവിടെ വരുന്നത്. അത് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ നമ്മളത് പറയേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവൻ എന്റെ ഭാര്യയോട് അവരോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇതിനു മുമ്പ് ഒരു ഡോക്ടർമാർ ചോദിച്ചിട്ടില്ല. ഈ പീരിയഡ്സ് അത് റെഗുലറാണ്. അപ്പൊ അത് റെഗുലറാണ്. ഇവൻ മരുന്ന് കൊടുക്കുന്നു, ഇവിടുന്ന് മരുന്ന് അയച്ചു തരും, അവളത് കഴിക്കുന്നു. ഒരു മാസം കഴിഞ്ഞു കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നടക്കാം. ശരീരത്തിൽ വേസ്റ്റ് പ്രകൃതിയുടെ നിയമമാണ്. അത് കൃത്യമായിട്ട് പുറത്തു പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ വേസ്റ്റ് അനുഭവിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എന്റെ കാര്യം. ആയിരിക്കാം. മരുന്ന് കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ മനസ്സമാധാനമായിട്ട് ഞങ്ങളൊന്ന് ജീവിച്ചു. അത് നിങ്ങൾ തിരിച്ചറിയുക. എന്റെ മക്കളെ ഞാൻ ഈ വേറൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ ഈ ചികിത്സയാണ്. ഞാനൊരു സിനിമ തന്നെ ചെയ്തു. ആ സിനിമ പുറത്തു വന്നിട്ടില്ല. എന്നുവെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കച്ചവടമാക്കപ്പെടുന്നത് ഒന്ന് വിദ്യാഭ്യാസവും, 2 വൈദ്യശാസ്ത്രവും. ആ വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കച്ചവടം നമ്മുടെ ആശുപത്രികളാണ്. നമുക്കൊരു ഉടുപ്പ് വാങ്ങണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാശ് കൊണ്ട് നമുക്ക് തീരുമാനിക്കാം. ചെന്നിട്ട് അത് 100 രൂപയുടെ കുപ്പായം വേണമെങ്കിൽ വാങ്ങിക്കാം. അല്ലെങ്കിൽ വലിയ 20,000 രൂപയുടെ 1,00,000 രൂപയുടെ കുപ്പായങ്ങൾ കിട്ടാനുള്ള ലോകത്ത് അത് നമുക്ക് തീരുമാനിക്കാം. ഒരു വീട് വെക്കുന്ന കാര്യത്തിൽ അതൊരു കുടിലാണോ കുറച്ചുകൂടി വലുതാണോ അത് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സ്വയം തീരുമാനിക്കാവുന്നവരാണ്. പക്ഷേ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ആശുപത്രിയിൽ ചെന്നാൽ അവിടെ നമുക്ക് തീരുമാനങ്ങളില്ല. അവിടെ തീരുമാനങ്ങളില്ല. അവിടുന്ന് എന്താണോ പറയുന്നത് അതൊക്കെ നമ്മൾ നടത്തിയേ പറ്റുള്ളൂ. കാരണം ആയുസ്സിന്റെ പ്രശ്നമാണ്. അപ്പൊ ആയുസ് നിലനിർത്താൻ ജീവിക്കാനാണല്ലോ നമ്മളൊക്കെ ഈ കഷ്ടപ്പാടൊക്കെ പെടുന്നത്. അപ്പൊ ഈ ആയുസ് നിലനിർത്താൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ എന്തും കൊടുക്കാൻ തയ്യാറാണ്. അത് ചൂഷണം ചെയ്യുന്ന ഒരു വലിയ കച്ചവടം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വളരെ ബോധവാനാണ്. ഞാൻ അതിനെ നടുക്ക് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പം ആരോഗ്യരംഗത്താണ് ഏറ്റവും വലിയ ചൂഷണം നടക്കുന്നത്. നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ഇതിൽ കുറഞ്ഞ വിലക്ക് ഈ സാധനം കിട്ടാനുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ? അരി പല വിലക്കുള്ള അരി കിട്ടാറുണ്ട്. പല വിലയുള്ള, ഈ ഇരിക്കുന്നവർക്ക് അറിയാലോ, പല വിലയുള്ള അരിയുണ്ട്. അതിൽ 2 രൂപക്ക് റേഷൻ കടയിൽ കിട്ടുന്ന അരിയുണ്ട്. തൽക്കാലം വിശപ്പടക്കാലം മതി. പക്ഷേ നിങ്ങളൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ഒരു ഡോക്ടർ എഴുതുന്ന ഒരു ഗുളിക, ഒരു പാരസെറ്റമോൾ, അതിന്റെ പല പേരിൽ അറിയപ്പെടാം. അത് ഏത് വിലക്ക് വാങ്ങാൻ പറ്റും? നിങ്ങൾ ചോദിക്കുന്ന വിലക്ക് കിട്ടില്ല. അപ്പോൾ അവിടെയാണ് ചൂഷണം നടക്കുന്നത്. പിന്നെ നിങ്ങൾ ഇത് ഡോക്ടർമാരുടെ വീട്ടാണ്. ഞാനൊരു കാര്യം എപ്പോഴും പറയാറുണ്ട്.
ഞാൻ എന്റെ ഭാര്യയെ ഒരു മുറിയിൽ മറ്റൊരാളുടെ കൂടെ ഒറ്റക്കാക്കിയിട്ട് പുറത്തിറക്കി നിൽക്കുന്നെങ്കിൽ അതൊരു ഡോക്ടറുടെ മുന്നിൽ മാത്രമായിരിക്കും. അതാണ് ഒരു വൈദ്യന്റെ സ്ഥാനം. ഈശ്വരന്റെ മനസ്സും ഈശ്വരന്റെ കൈകളുമായിരിക്കണം ഒരു വൈദ്യന്റേത്. അതാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യപ്പെട്ടത്. അതാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ആ സ്കാനിങ്, ഈ സ്കാനിങ്, അത് ഇത്, പിന്നെ അവിടെ നിന്ന് തുടങ്ങി. അപ്പൊ അതിന് പ്രതിരോധിക്കാൻ, ഒരു കാലഘട്ടത്തിന്റെ ഈ ചൂഷണത്തെ പ്രതിരോധിക്കാൻ ഹോമിയോ മെഡിസിൻ എന്ന സംസ്കാരത്തെ നമ്മൾ ലോകത്തോട് പറയേണ്ടിയിരിക്കുന്നു. അത് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. നിസ്സാരമായ കാര്യമല്ല. ഞാൻ വെറുതെ പറയുന്നല്ല, ഞാൻ അതുകൊണ്ട് ജീവിക്കുന്നതാണ്. ഇത് ഏറ്റവും വലിയ കച്ചവടമായി മാറി കഴിഞ്ഞു. വിദ്യാഭ്യാസം അതിനേക്കാളും കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ആരോഗ്യത്തെ, രോഗത്തെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത് അവന്റെ ആയുസ്സിന്റെ കാര്യത്തിലാണ്. അവിടെ പരാജയപ്പെടുന്നത് അതിനെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ വ്യവസ്ഥ നിലനിൽക്കുന്ന, ഒരു കാട്ടാളന്മാരുടെ വലിയ കാട്ടുനീതി നിലനിൽക്കുന്ന രാജ്യത്താണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇതിനെ ഇനിയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങള് അതിലേക്ക് വരികയും ചെയ്യേണ്ടിയിരിക്കുന്നു. ആശുപത്രി ചെറിയൊരു അസുഖം, ഒരു തലവേദന ഉള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗുളിക വാങ്ങിച്ചു കഴിക്കുക. അങ്ങനെ 4 ഗുളിക കഴിക്കും, 10 ഗുളിക കഴിക്കും, പിന്നെ ശീലമാവും. അവസാനം തന്നെ കിഡ്നി. അത് അവരെ സമ്മതിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കിഡ്നി പേഷ്യൻസ് ഉള്ളത് എല്ലാ രാജ്യങ്ങളിലൊന്ന് കേരളമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ഈ മരുന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ കൂട്ടായ്മയെ ഇത് വെറും ഒരു കോട്ടൻകുടിയിലെ ഒരു സംസാരമാക്കാതെ നമുക്കിത് ലോകത്ത് പ്രചരണത്തിന്റെ കാര്യത്തിൽ, പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഹോമിയോ മെഡിസിൻ, ഹോമിയോ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കുന്ന ഒരു ആരോഗ്യപരമായ ഒരു വലിയ ലക്ഷ്യം ഹോമിയോ അത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓമനപ്പൊതിയിലാണ്. അതാലോചിക്കെ എന്തൊരു മധുരമുള്ള ഗുളിക കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി എന്തോ ചെയ്യുന്ന ഗുളിയാണ്. ഇത് ഏതാണ് വൈദ്യശാസ്ത്രം എന്നും ഇത് ഇത്രയും ശക്തമായ ലോകത്തിന് ഇനി ആവശ്യമുള്ളത് ഇതാണെന്ന് നമ്മൾ ലോകത്തോട് പറയേണ്ടിയിരിക്കുന്നു. അതിനാവശ്യമായ പ്രചരണ പരിപാടികൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. അധികമൊന്നും സംസാരിക്കുന്നില്ല.